ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധിയെ തിരികെ പിടിക്കേണ്ട നാളുകളാണ് നോമ്പുകാലം. വിശുദ്ധി എന്താ എന്നതിന് ആത്മീയ പിതാക്കന്മാർ പറയുന്ന ഏറ്റവും ലളിതമായൊരു നിർവചനം, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. ദൈവത്തിൻ്റെ സമയവും കാലവും തെറ്റിക്കാതെ തിരുഹിതം തേടുന്ന പരിശുദ്ധി അമ്മയുടെ വിശുദ്ധ യോസേപ്പിൻ്റെ മനസ്സോട് കൂടിയിട്ട് ദൈവം ഇന്നെന്നെക്കുറിച്ച് കണ്ട സ്വപ്നം നിറവേറ്റാൻ തക്ക വിധം ജീവിതത്തിൻ്റെ നിലപാടിനകത്തും ജീവിതത്തിൻ്റെ വഴികളിലും തികച്ചും ആരോഗ്യകരമായ അനുഗ്രഹീതമായ നിലപാടിലെത്തുമ്പം നമ്മുടെ ജീവിതം വിശുദ്ധ ജീവിതമായിട്ട് മാറും. വിശുദ്ധരൊക്കെയും ദൈവം അവരെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളിലേക്കും അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്കും ജീവിതത്തെ ചേർത്തുവെച്ച് നടന്നു നീങ്ങിയ കടന്നുപോയ പുണ്യത്തിൻ്റെ ഓർമ്മകളെ ചെങ്കോട് ചേർത്ത് പിടിച്ച് നമുക്കും വ്യാപരിക്കാനാവണം. നോമ്പുകാലത്ത് ഈ വിശുദ്ധിയിലേക്കുള്ള ചുവടുകളായി ഓരോ ചുവടും മാറട്ടെ. വിശുദ്ധിയിലേക്കുള്ള നിലപാടുകളായി നമ്മുടെ നിലപാട് മാറ്റങ്ങളും മാറട്ടെ. വർഷങ്ങൾക്ക് ഒരുപാട് പുറകിൽ പത്രത്തിൽ വന്ന 3-4 പടങ്ങൾ. ഒന്നാമത്തെ പടം റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നു. രണ്ടാമത്തേത് ഒരു പശുവും പശുക്കിടാവും അതേ ട്രാക്കിലൂടെ നടന്നു പോകുന്നു. മൂന്നാമത്തേത് ഈ ട്രെയിനും പശുവും പശുക്കിടാവും കൂടെ കൂട്ടിമുട്ടുന്നു. നാലാമത്തേത് ചിന്നിച്ചിതറിയ ശരീരം ഈ പശുക്കിടാവിൻ്റെ അടിയിലൊരു കുറിപ്പ്. മനോഹരമാണത്. ഒരു ചുവട് മാറ്റിവെച്ചിരുന്നെങ്കിൽ. വിശുദ്ധി എന്ന് പറയുന്നത് അത്ഭുതം സൃഷ്ടിക്കലല്ല, അനുഗ്രഹത്തിലേക്കുള്ള ഒരു ചുവട് മാറ്റമാണ്. നോമ്പ് അതിനുള്ള വിളിയാണ്. ക്ഷണം സ്വീകരിക്കും. ഈശോയെ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്തു കൊടുത്ത് വിശുദ്ധിയിലാകാൻ കൃപ നൽകിയാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.